നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി? നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചെയ്തു കൂട്ടുന്ന അക്രമ സംഭവങ്ങളുടെ വാർത്തകൾ ദിനം പ്രതി ഒന്നോണം നമുക്ക് ചുറ്റും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും വന്നും അത്തരം ചില വാർത്തകൾ. ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിന് കൊച്ചിയിൽ സഹപാഠിക്ക് വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. മർദ്ദന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുകയും ചെയ്തു. ഒറ്റുകാർക്കുള്ള താക്കീത് എന്നായിരുന്നു അതിലുള്ള ഭീഷണി. 7 സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് തിരുവനന്തപുരം വിതുരയിൽ ആക്രമണത്തിന് ഇരയായ 16-കാരന്റെ വെളിപ്പെടുത്തലും ഇന്ന് നമ്മൾ കണ്ടു. റിപ്പോർട്ട് കാണാം. മയക്കുമരുന്ന് തലക്ക് പിടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തുന്ന അതിക്രമങ്ങൾ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് കേരളം ഒന്നാകെ. അവർക്ക് അധ്യാപകരെന്നോ കൂട്ടുകാരെന്നോ മാതാപിതാക്കളെന്നോ ഇല്ല. ആരെയും അതിക്രമിക്കും, കൊലപ്പെടുത്താൻ പോലും മടിയില്ല. കൊച്ചിയിൽ പിടിമുറുക്കിയ ലഹരി മാഫിയ സംഘം പട്ടാപ്പകൽ അഴിഞ്ഞാടിയ ദൃശ്യമാണിത്. വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി അധ്യാപകന് പരാതി നൽകിയതിനെ തുടർന്നാണ് മർദ്ദനം. പട്ടാപ്പകൽ മറ്റു വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു സംഘം സഹപാഠിയെ ക്രൂരമായി മർദ്ദിച്ചത്. ലഹരി ഉപയോഗിക്കുന്ന കാര്യം അധ്യാപകരെയോ പോലീസിനെയോ അറിയിച്ചാൽ ഇതായിരിക്കും സാഹചര്യമെന്നാണ് സംഘം നൽകുന്ന മുന്നറിയിപ്പ്. ഒറ്റുകാർക്ക് ഇതായിരിക്കും ശിക്ഷ എന്ന തലക്കെട്ടോടെ മർദ്ദന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. തിരുവനന്തപുരം വിതുരയിലും സമാന സംഭവമുണ്ടായി. 16-കാരനെ സമപ്രായക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. കഴിഞ്ഞ മാസം 16-ന് വിതുര തൊളിക്കോടാണ് ഈ ക്രൂരമായ മർദ്ദനം. അക്രമി സംഘത്തിലുള്ള ഒരാളുടെ സുഹൃത്തിനെ മോശം പറഞ്ഞുവെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. യവന്മാർ 2 പയ്യന്മാർ എൻ്റെ കൂടെ പഠിച്ചാണ്, ഒരു 5 പേര്. എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ്റെ അനിയത്തിയെ ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞാണെങ്കിൽ ആദ്യം എന്നെ ഒരടി എൻ്റെ കവിളിൽ അടിച്ചായിരുന്നു. ആ വാഴപ്പണയെ കൊണ്ട് തിരിച്ച് കാര്യം ചോദിച്ചപ്പോൾ ഒരുത്തം വന്ന് വീണ്ടും ഒരടി കവാലത്തെ അടിച്ചു. ഞാൻ കമന്ന് തലകുത്തനെ ചെന്ന് വീണു. പിന്നെ യവന്മാർ അവിടെ ഇട്ട് എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ നല്ല അടി അടിച്ചു. മർദ്ദനമേറ്റ കുട്ടി രക്ഷിതാക്കളോട് വിവരം പറഞ്ഞിരുന്നില്ല. എന്നാൽ അക്രമി സംഘം തന്നെ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ കുട്ടിയുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇതോടെയാണ് ആര്യനാട് പോലീസിൽ പരാതി നൽകിയത്. വീണ്ടും ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പുറത്തു പറയാതിരുന്നതെന്ന് മർദ്ദനത്തിനിരയായ കുട്ടി. ഇനി എന്നെ കാണാൻ പോകുമ്പോൾ ഇനി അതേപോലെ ഇനി അടുത്ത് അവന്മാർ ഇറങ്ങുമെന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ അമ്മയെടുത്ത് പറയാതെ. എന്ന് വെച്ചാൽ അവന്മാരെ അടുത്ത് അടിക്കാൻ വരുമെന്ന് വിചാരിച്ചാണ് ഞാൻ വീട്ടിൽ പറയാതിരുന്നത്. അമ്മമാരെ അടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സംഭവത്തിൽ 3 കുട്ടികളെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ ജുവനൈൽ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കും. വിമുക്തി പോലുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ ലഹരിപ്പിടിയിൽ അമരുന്ന വിദ്യാർത്ഥികളെ പിടിച്ചുകെട്ടാൻ മാത്രമാകുന്നില്ല. ഓരോ ദിവസവും അതിക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇനി എങ്ങനെയാണ് ലഹരി മാഫിയക്ക് തടയിടാൻ സർക്കാരും പോലീസും എക്സൈസുമെല്ലാം ഉദ്ദേശിക്കുന്നത്? കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.